ക്വിസ് സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ജനുവരി മുതൽ ജൂൺ വരെയുള്ള കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കായലിന് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അല്ലെങ്കിൽ വലിയ പാലം ഏതാണ്? ഉത്തരം പെരുമ്പളം പാലം. ആലപ്പുഴ ജില്ലയിലെ പെരുമ്പളം ദ്വീപിനെ വടുതലയുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലം കായലിന് കുറുകെ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ്. കേരളത്തിലെ ആദ്യത്തെ ഇരുനില പാലം ഏതാണ്? ഉത്തരം പടഹാരം പാലം. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിന് സമീപമാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ മൈക്രോൺ ടെക്നോളജിയുടെ ആദ്യത്തെ സെമി കണ്ടക്ടർ അസംബ്ലി ടെസ്റ്റ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? സാനന്ദ്, ഗുജറാത്ത്. ആഗോള ചിപ്പ് നിർമ്മാണ കമ്പനിയായ മൈക്രോൺ ടെക്നോളജിയാണ് ഇന്ത്യയിൽ ഈ സെമി കണ്ടക്ടർ അസംബ്ലി യൂണിറ്റ് സ്ഥാപിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വീതിയുള്ള ഭൂഗർഭ റോഡ് തുരങ്കമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഔദ്യോഗികമായി അംഗീകരിച്ച ഇന്ത്യൻ പ്രോജക്റ്റ് ഏതാണ്? മുംബൈ പൂനെ എക്സ്പ്രസ് വേ മിസ്സിംഗ് ലിങ്ക് പ്രോജക്റ്റ്. 22.33 മീറ്റർ വീതിയുള്ള ഈ തുരങ്കപാത ലോകത്തിലെ ഏറ്റവും വീതിയുള്ള ഭൂഗർഭ റോഡ് തുരങ്കമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. 2026 ജൂൺ 1 പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ 18ാമത്തെ റെയിൽവേ സോണായ സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? വിശാഖപട്ടണം, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിലെ 18ാമത്തെ ഔദ്യോഗിക റെയിൽവേ സോണാണ് ഇത്. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ബാരിയർലെസ് ടോളിംഗ് സംവിധാനം ആരംഭിച്ച ടോൾ പ്ലാസ ഏതാണ്? ഗുജറാത്തിലെ NH-46 സൂററ്റ് ബറൂച്ച് സ്ട്രെച്ചിലെ ചേരിയാസി ടോൾ പ്ലാസ. വണ്ടികൾ നിർത്താതെ തന്നെ ടോൾ തുക ഓട്ടോമാറ്റിക്കായി ഈടാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ തടസ്സരഹിത മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ സംവിധാനമുള്ള പ്ലാസയാണിത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ K-സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകി, അതായത് 2026 ജനുവരി വരെ ഉള്ള ജില്ലകളുടെ പട്ടികയിൽ 1ാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിലെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ. ഉടങ്കുടി സൂപ്പർ ക്രിട്ടിക്കൽ താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്ടിൽ. പരിസ്ഥിതി മലിനീകരണം കുറഞ്ഞതും ഉയർന്ന കാര്യക്ഷമതയുമുള്ളതുമായ അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പുതിയ താപവൈദ്യുത നിലയമാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ മെഥനോൾ ഉൽപാദന പ്ലാന്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? ദീൻ ദയാൽ പോർട്ട് അതോറിറ്റി, കണ്ട്ല, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യ റിംഗ് മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? ഡൽഹി മെട്രോയുടെ പിങ്ക് ലൈൻ. കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട തുരങ്കപാത നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോട്, വയനാട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ടാണ് ഇത് നിർമ്മിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ട തുരങ്കപാതയാണിത്. ടോയ്ലറ്റ്, പാൻട്രി എന്നീ സൗകര്യങ്ങളുള്ള KSRTCയുടെ ബിസിനസ് ക്ലാസ് ബസിന്റെ ആദ്യ സർവീസ് ആരംഭിക്കുന്നത് എവിടെയാണ്? കൊച്ചി, തിരുവനന്തപുരം. ICU രോഗികൾക്കായി ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI സിസ്റ്റം അവതരിപ്പിച്ചത് ആരാണ്? ഡൽഹി എയിംസ്. ICUലൊക്കെ കിടക്കുന്ന ഗുരുതരാവസ്ഥയിലുള്ള രോഗികളുടെ അടുത്തേക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പോർട്ടബിൾ MRI മെഷീനാണിത്. ലോകത്തിലെ ആദ്യ ഓട്ടോണമസ് മാരിടൈം ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സിസ്റ്റംസ് സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? ജുവ്വലതിന്നെ മത്സ്യബന്ധന തുറമുഖം. കിഫ്ബിയുടെ ധനസഹായത്തോടെ സ്ഥാപിക്കുന്ന കേരള ജീനോം ഡാറ്റ സെന്റർ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? തിരുവനന്തപുരം. കാൽസ്യം കുറവ് പരിഹരിക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന പോഷക ഔഷധങ്ങൾ വികസിപ്പിച്ചെടുത്ത കേരളത്തിലെ ഗവേഷണ കേന്ദ്രം ഏതാണ്? സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ന്യൂട്രാസ്യൂട്ടിക്കൽസ്, തിരുവനന്തപുരം. ടൂറിസം ഭൂപടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ അധികൃതർ ലക്ഷ്യമിടുന്ന തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിന് സമീപം സ്ഥിതി ചെയ്യുന്ന 800 അടി ഉയരമുള്ള പാറ ഏതാണ്? തമ്പുരാട്ടിപ്പാറ. മെറ്റയുടെ ഇന്ത്യയിലെ ആദ്യ ഡാറ്റാ സെന്റർ റിലയൻസുമായി ചേർന്ന് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്?
ജാംനഗർ, ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ അധീനതയിൽ മെനോപാസ് ക്ലിനിക്കുകൾ ആരംഭിച്ച സംസ്ഥാനം? മഹാരാഷ്ട്ര. രാജ്യത്തെ ആദ്യത്തെ ESIC ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത് എവിടെയാണ്? എഴുകോൺ, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഉഡാൻ യാത്രി കഫേ നിലവിൽ വന്ന വിമാനത്താവളം ഏതാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. സാധാരണയായി വിമാനത്താവളങ്ങളിൽ ഭക്ഷണ സാധനങ്ങൾക്ക് അമിത വില ഈടാക്കാറുണ്ട്. ഇതിന് പരിഹാരമായി സാധാരണക്കാരായ യാത്രികർക്ക് പോക്കറ്റ് ചോരാതെ നല്ല ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ഈ കഫേ ആരംഭിച്ചത്. അടുത്തിടെ കേരളത്തിൽ സ്ഥാപിതമായ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏതാണ്? നിള ഹെറിറ്റേജ് മ്യൂസിയം, പൊന്നാനി. കാഴ്ച പരിമിതർക്ക് ചരിത്രപരമായ വസ്തുക്കൾ തൊട്ടു നോക്കി മനസ്സിലാക്കാനും വലിയ സ്ക്രീനുകളിൽ നിന്നുള്ള ഓഡിയോ വിവരണം ഹെഡ്ഫോൺ വഴി കേൾക്കാനും ഇതിൽ പ്രത്യേക സൗകര്യമുണ്ട്. ഹാർട്ട് ഫെയിലിയർ രോഗികൾക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരംഭിച്ച പ്രത്യേക ചികിത്സാ സംവിധാനം ഏതാണ്? ഹോപ്പ്, ഹാർട്ട് ഫെയിലിയർ ഒപ്റ്റിമൈസേഷൻ പ്രോഗ്രാം ഫോർ എൻഹാൻസ്മെന്റ് ഓഫ് ലൈഫ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. ഡോക്ടർ KJ യേശുദാസ് ഡിജിറ്റൽ ലൈബ്രറി സജ്ജമാകുന്നത് എവിടെയാണ്? ഭാരത് ഭവൻ, തൈക്കാട്. 2026 ജൂൺ 16 മുതൽ ആരംഭിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ ഓൺലൈനായി നൽകാൻ കഴിയുന്ന ആദ്യഘട്ട പ്രക്രിയ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സെൽഫ് എന്യൂമറേഷൻ. ഡിജിറ്റൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പേപ്പർ രഹിത സെൻസസ് പ്രക്രിയയാണിത്. ജമ്മു കാശ്മീരിൽ ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന വർഷങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ച 930 മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതി ഏതാണ്? കീർത്തായ് 2 ജലവൈദ്യുത പദ്ധതി. കാശ്മീരിലെ ഷേർ-ഇ കാശ്മീർ കാർഷിക ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ച പുതിയ ഗോതമ്പിനങ്ങൾ ഏവ? ഷാലിമാർ ഗോതമ്പ് 4, ഷാലിമാർ ഗോതമ്പ് 3. വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആര്? രാകേഷ് ശർമ്മ. 1984 സോവിയറ്റ് യൂണിയന്റെ സോയുസ് T-11 പേടകത്തിൽ ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് മാഗ്നിഫിക്ക ഹ്യൂമാനിറ്റസ് എന്ന പേരിൽ ചാക്രിക ലേഖനം എഴുതിയത് ആരാണ്? ലിയോ 14 മാർപ്പാപ്പ. സൈബർ സുരക്ഷ പരിശോധിക്കുന്നതിനുള്ള AI ടൂളായ മിത്തോസ് പരീക്ഷിക്കാൻ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകിയ നിർമ്മിത ബുദ്ധി കമ്പനി ഏതാണ്? ആന്ത്രോപിക്. ആഗോള കാലാവസ്ഥാ വ്യതിയാനം കാരണം ഭൂമിയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായ വർഷമായി ഗവേഷകർ കണ്ടെത്തിയത് ഏതിനെയാണ്? 2025. മാധ്യമങ്ങളുടെയും മറ്റും വെബ്സൈറ്റ് ഉള്ളടക്കങ്ങൾ അനുമതിയില്ലാതെ ശേഖരിക്കുന്നത് തടയാൻ ഗൂഗിളിന്റെ AI ഓവർവ്യൂസ് ഉൾപ്പെടെയുള്ള നിർമ്മിത ബുദ്ധി സേവനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഏത്? ബ്രിട്ടൻ. ഭൗമാന്തരീക്ഷത്തിലേക്ക് അടുത്തിടെ വിജയകരമായി തിരിച്ചിറങ്ങിയ നാസയുടെ പ്രശസ്ത പേടകം ഏതാണ്? വാൻ അലൻ പ്രോബ് A. അടുത്തിടെ ഗ്രോക്ക് AIക്ക് വിലക്കേർപ്പെടുത്തിയ രാജ്യങ്ങളേവ? മലേഷ്യ, ഇന്തോനേഷ്യ. ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ഭൂമിയിലേക്ക് അടിയന്തരമായി മടങ്ങിയ ബഹിരാകാശ ദൗത്യം ഏതാണ്? SpaceX Crew 11. അടുത്തിടെ നാസയിൽ നിന്നും ഔദ്യോഗികമായി വിരമിച്ച ഇന്ത്യൻ വംശജയായ പ്രശസ്ത ബഹിരാകാശ സഞ്ചാരി ആര്? സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന ലോക റെക്കോർഡ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയ ബഹിരാകാശ സഞ്ചാരിയാണ് സുനിത വില്യംസ്. ശാരീരിക ഭിന്നശേഷിയുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്രികനാകാൻ ഒരുങ്ങുന്ന ബ്രിട്ടീഷ് പാരാലിമ്പ്യൻ ആര്? ജോൺ മക്ഫോൾ. ചെറുപ്പത്തിൽ ഒരു അപകടത്തിൽ കാൽ നഷ്ടപ്പെട്ട ജോൺ മക്ഫോൾ പ്രത്യേക റോബോട്ടിക് കാലുകളുടെ സഹായത്തോടെയാണ് ബഹിരാകാശ യാത്രയ്ക്കുള്ള കഠിനമായ കായികക്ഷമതാ പരീക്ഷകൾ വിജയിച്ചത്.
ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഏത് ഇന്റർസ്റ്റെല്ലാർ ധൂമകേതുക്കളിൽ നിന്നാണ് ആദ്യമായി മീഥെയ്ൻ വാതകത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്? 31 ബാർ അറ്റ്ലസ്. ഒഡീഷ തീരത്ത് നിന്ന് കണ്ടെത്തിയ ഭൂമിയിലെ ഏറ്റവും പ്രതിരോധശേഷിയുള്ള ജലകരടി കുടുംബത്തിൽപ്പെട്ട പുതിയ സൂക്ഷ്മജീവി ഏതാണ്? ആക്ടിനാർക്കുസ് ഒഡീസി. മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ കഴിയുന്ന ഈ സൂക്ഷ്മജീവിക്ക് കടുത്ത റേഡിയേഷൻ, തിളച്ചു മറിയുന്ന ചൂട്, കഠിനമായ തണുപ്പ് ഒക്കെ അതിജീവിക്കാൻ കഴിയും. ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് കൊച്ചിയിൽ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന പുതിയ ഹൈഡ്രോഗ്രാഫിക് സർവേ യാനം ഏതാണ്? INS സംശോധക്. ഒഡീഷ തീരത്ത് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഒരേ സമയം ഭേദിക്കാൻ രൂപകൽപ്പന ചെയ്ത അഗ്നി 5 മിസൈലിന്റെ അത്യാധുനിക വകഭേദം ഏത്? അഗ്നി 5 ദിവ്യാസ്ത്ര. ഒരൊറ്റ മിസൈൽ ആകാശത്തേക്ക് വിട്ടാൽ അത് മുകളിൽ വെച്ച് പല കഷണങ്ങളായി പിരിഞ്ഞ് ഒരേ സമയം വിവിധ നഗരങ്ങളെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഇത്. ഒഡീഷ തീരത്ത് വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഗ്ലൈഡ് ആയുധ സംവിധാനം ഏതാണ്? ടാര. ടാക്ടിക്കൽ അഡ്വാൻസ്ഡ് റേഞ്ച് ഓഗ്മെന്റേഷൻ. റോക്കറ്റിൽ നിന്ന് വിക്ഷേപിച്ച ശേഷം അന്തരീക്ഷത്തിലൂടെ വിമാനം പോലെ ഗ്ലൈഡ് ചെയ്ത് സഞ്ചരിക്കുന്ന സ്മാർട്ട് ആയുധമാണിത്. ഇന്ത്യ ഏത് രാജ്യവുമായാണ് AI ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് സാങ്കേതിക വിദ്യയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും 6G മൊബൈൽ നെറ്റ്വർക്ക് സജ്ജമാക്കുന്നതിനുമുള്ള കരാറിൽ ഒപ്പുവെച്ചത്? ഫിൻലൻഡ്. നാസയുടെ ആർട്ടമിസ് 3 ചാന്ദ്രദൗത്യത്തിലെ യാത്രികർ ആരെല്ലാമാണ്? ആൻഡ്ര ഡഗ്ലസ്, ലൂക്ക പാർമിറ്റാനോ, റാൻഡി ബ്രസനിക്, ഫ്രാങ്ക് റൂബിയോ. 2027 US വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തിയത് ഏത് സ്ഥാപനമാണ്? IIT ഡൽഹി. ഓക്സ്ഫോർഡ് സർവകലാശാലയും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ലൈസൻസ് ചെയ്ത അടുത്ത തലമുറയിലേക്കുള്ള പുതിയ മലേറിയ വാക്സിൻ ഏതാണ്? R78C. പൂർണ്ണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൈനിക ചരക്ക് വിമാനം ഏതാണ്? C295. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞർ അടുത്തിടെ മലബാർ മേഖലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം കടന്നൽ ഏതാണ്? സ്പൈലോമെന മലബാറിക്ക. ഭാരത ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ CEPA ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വന്നത് എന്നായിരുന്നു? 2026 ജൂൺ 1. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്